അടുത്ത് റിലീസായി ഏറെ ശ്രദ്ധ നേടിയ ഒരു തമിഴ് ചലച്ചിത്രം ബ്ലാസ്റ്റ്. ആക്ഷൻ സ്റ്റാർ അർജുനും അഭിരാമിയും പ്രീതിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം. സുഭാഷ് കെ രാജ് എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ഈ ചലച്ചിത്രത്തിന്റെ രസകരമായ കഥ ഒന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് രാജാറാം എന്ന വ്യക്തിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. രാജാറാമിന് ഭാര്യയും മകളുമുണ്ട്. മാത്രമല്ല രാജാറാമിന്റെ സഹോദരനും രാജാറാമിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. രാജാറാം ഒരു കരാട്ടെ മാസ്റ്റർ ആണ്. രാജയുടെ ഭാര്യ നീലവേണി, മകൾ നിള. നീലവേണി ഒരു ഹൗസ് വൈഫാണ്. നിള പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാജാറാമിന്റെ സഹോദരൻ ഇളങ്കോ ആളൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിള കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോഹൻ എന്ന പയ്യനുമായി ചെറിയൊരു പ്രശ്നമുണ്ടായി. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു. കാര്യങ്ങളൊക്കെ കേട്ട ശേഷം രാജാറാം നിളയോടായി പറഞ്ഞു, തെറ്റ് നിന്നെ ഇടിച്ച റോഹന്റെ ഭാഗത്താണ്, അതുകൊണ്ട് അവന് 2 എണ്ണം കൊടുക്കണം. നിള അത് കേട്ട് വീട്ടിൽ നിന്നിറങ്ങി നേരെ റോഹന്റെ അടുത്തെത്തി. റോഹന്റെ വയറ്റിൽ ഒരു ഇടി കൊടുത്തു. റോഹനാകട്ടെ ഒട്ടും മടിച്ചില്ല. തിരികെ നിളയെയും മർദ്ദിച്ചു. അതോടെ നിള താഴെ വീണു. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ട് വന്നു. ഇത്തവണ തനിക്ക് കരാട്ടെ പഠിക്കണം എന്ന ആവശ്യവുമായിട്ടായിരുന്നു അവളുടെ വരവ്. ഒറ്റ ലക്ഷ്യമേയുള്ളൂ, റോഹനെ ഇടിച്ച് താഴെ വീഴ്ത്തണം. അങ്ങനെ രാജാറാം നിലയ്ക്ക് കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കരാട്ടെ പഠിച്ച ശേഷം നില നേരെ പോയതാകട്ടെ റോഹനെ കാണാനും. റോഹനിട്ട് അവള് നല്ലത് കൊടുത്തു. പിന്നീടാണ് തന്റെ പിതാവിന്റെ ഒപ്പം കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവള് പോയത്. പക്ഷേ ആദ്യത്തെ മാച്ചിൽ തന്നെ നില തോറ്റുപോയി. അന്നേ ദിവസം രാത്രി നിലക്കുറങ്ങാൻ പോലും കഴിഞ്ഞില്ല. തന്റെ മകൾ സങ്കടപ്പെട്ട് കിടക്കുന്നത് കണ്ട രാജാറാം നിലക്കടുത്തേക്ക് വന്നു. നിലത്തിന്റെ സങ്കടമെല്ലാം രാജാറാമിനോട് പറയുമ്പോ താൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഏകദേശം 33 ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അതിൽ ഒരു ടൂർണമെന്റിൽ മാത്രമാണ് താൻ തോറ്റുപോയിട്ടുള്ളതെന്നും രാജാറാം പറഞ്ഞു. അന്നേ ദിവസം തനിക്കും മോളുടെ അതേ അവസ്ഥയായിരുന്നുവെന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതേപോലെ ഉറങ്ങാൻ കഴിയാത്ത രാത്രി എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവരുതെന്ന്. ആ ഒരു വാശി എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു മാച്ചിൽ പോലും ഞാൻ തോറ്റിട്ടില്ല. അതുപോലെ ആയിരിക്കണം നീയും. അച്ഛന്റെ ആ ഉപദേശം നില മനസ്സാ വഹിച്ചു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ടൂർണമെന്റിലെല്ലാം കഠിന പരിശ്രമത്തോടെ നില വിജയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ തന്റെ ചിറ്റപ്പനൊപ്പം ഒരു ദിവസം നില ഇരിക്കുകയായിരുന്നു. അന്ന് നില ചിറ്റപ്പനടുക്കൽ ചോദിച്ചു, അച്ഛനാരെ ഈ കരാട്ടെ പഠിപ്പിച്ചത്? അത് നിന്റെ അമ്മയുടെ അച്ഛനാണ് എന്നായിരുന്നു ചിറ്റപ്പന്റെ മറുപടി. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ 33 ടൂർണമെന്റിൽ പങ്കെടുത്തപ്പോ ഒരു ടൂർണമെന്റിൽ മാത്രമാ നിന്റെ അച്ഛൻ തോറ്റതെന്ന്? അന്ന് നിന്റെ അച്ഛൻ തോറ്റത് ആർക്കൊപ്പമാണെന്നറിയോ? നിന്റെ അമ്മയുടെ അടുത്ത. അത് കേട്ടതും നില ഷോക്കായി പോയി. അതുവരേക്കും സാധാരണ വീട്ടമ്മയായി മാത്രമായിരുന്നു നില തന്റെ അമ്മയെ കണ്ടിരുന്നത്. തന്റെ അമ്മയും മികച്ചൊരു കരാട്ടെ മാസ്റ്ററാണെന്ന് അവൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. പിന്നീട് നിലയും രാജാറാമും ഒരു ഹോട്ടലിൽ പോയി. ആ സമയം അവിടെ കുറച്ച് ഗുണ്ടകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഫുഡ് വാങ്ങാൻ അങ്ങോട്ടേക്കൊരു പയ്യൻ വന്നത്. ആ പയ്യനെ കണ്ടതും ആ ഗുണ്ടകൾ അവന്റെ അച്ഛനാണ് അവർക്കെതിരെ പരാതി കൊടുത്തത് എന്ന് പറഞ്ഞ് ആ പയ്യനെ പിടികൂടി. ആ പയ്യനെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു. ആ പയ്യന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തിക്ക് പ്രതികാരമായിട്ടായിരുന്നു അത്. പക്ഷേ ആ പയ്യനെ അങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നത് കണ്ടതും രാജയ്ക്ക് നോക്കിയിരിക്കാൻ കഴിഞ്ഞില്ല. രാജാറാം എഴുന്നേറ്റ് ചെന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ടു. ആ ഗുണ്ടകൾക്ക് നല്ല തല്ലും കൊടുത്തു. പയ്യനെ രക്ഷപ്പെടുത്തി. ശേഷം അവിടെ നിന്ന് ഫുഡുമായി നിലയ്ക്കൊപ്പം പോവാനായി തുടങ്ങി. ഒക്കെ കണ്ടിരുന്ന നില രാജാറാമിനോടായി ചോദിച്ചു, അച്ഛൻ ആ പയ്യനെ മുമ്പേ അറിയൊന്നുമില്ലല്ലോ, പിന്നെ എന്താ രക്ഷിച്ചത്? ആ സമയം രാജാറാം പറഞ്ഞു, എനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. എനിക്ക് 9 വയസ്സുള്ള സമയത്താണ് എന്റെ സഹോദരിക്ക് ഒരു അപകടം സംഭവിച്ചു. അവിടെ കൂടി നിന്ന് ആരും അതിനെതിരെ പ്രതികരിച്ചില്ല. അത് കാരണം എന്റെ സഹോദരി ആത്മഹത്യ ചെയ്തു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ കൺമുന്നിൽ വെച്ച് ആർക്കെന്ത് പ്രശ്നം വന്നാലും അതിലിടപെടുമെന്നും ഞാൻ പ്രതികരിക്കുമെന്നും. നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ നമുക്കറിയുന്നവരോ അറിയാത്തവരോ ഒന്നും ആകണമെന്നില്ല. നമ്മുടെ കൺമുന്നിൽ ഒരു തെറ്റ് നടന്നാൽ അതിൽ പ്രതികരിക്കണം. അച്ഛന്റെ ആ വാക്കുകൾ നില പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രിയിൽ പ്രായമേറിയൊരു വൃദ്ധ ബസ്സിൽ സഞ്ചരിക്കുകയാണ്. അവർ അവരുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെ ഫോൺ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീയുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തായി ഒരു പ്ലോട്ട് വാങ്ങി. എന്നാൽ ഭർത്താവിന്റെ മരണശേഷം ആ പ്ലോട്ട് തനിക്ക് വേണം, അത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ ലോക്കൽ ഗുണ്ടയായ സുന്ദരം പ്രശ്നമുണ്ടാക്കുകയാണ്. വൃത്തിയായ ആ സ്ത്രീയുടെ മകളെപ്പോലും സുന്ദരം
വല്ലാതെ ഭയപ്പെടുത്തി. മകളുടെ വിവാഹം നടത്തണമെങ്കിൽ ആ സ്ത്രീക്ക് ആ വസ്തു വിറ്റേ മതിയാകൂ. പക്ഷേ സുന്ദരം പറഞ്ഞിരിക്കുന്നത് അന്ന് രാത്രി തന്നെ വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം സുന്ദരത്തെ ഏൽപ്പിക്കണമെന്നാണ്. സഹായിക്കണം എന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാരനടുക്കൽ ആ വൃദ്ധ തേങ്ങിക്കരഞ്ഞു. പക്ഷേ രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് സുന്ദരം അപകടം പിടിച്ച ആളാണെന്നും സുന്ദരം എന്ത് പറയുന്നോ അതനുസരിക്കുന്നതായിരിക്കും നല്ലത് എന്നുമായിരുന്നു. അത് കേട്ടതും ആ സ്ത്രീ തകർന്നുപോയി. സഹായിക്കുമെന്ന് കരുതിയ ആകെയുള്ള വ്യക്തിയാണ് കൈയൊഴിഞ്ഞിരിക്കുന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ ആ സ്ത്രീ ഇരുന്നു. ആ സ്ത്രീ സംസാരിക്കുന്നതത്രയും ആ സ്ത്രീയുടെ തൊട്ടുമുന്നിലിരുന്ന നില കേൾക്കുന്നുണ്ടായിരുന്നു. നില ഇപ്പോൾ വളർന്നൊരു യുവതിയായി മാറിയിട്ടുണ്ട്. ആ രാഷ്ട്രീയക്കാരനാകട്ടെ കമ്മീഷൻ വാങ്ങി സുന്ദരത്തിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നതുമായിരുന്നു. ആ പാവം വൃത്തിയായ സ്ത്രീ ഒടുവിൽ സുന്ദരത്തിന്റെ അടുത്തേക്ക് ചെന്നു. മറ്റു വഴിയില്ലാതെ ഒറിജിനൽ പ്രമാണം കൊടുക്കാൻ തയ്യാറായി. പക്ഷെ ഈ സമയം പുറത്തുനിന്ന് ആരോ വന്ന് സുന്ദരത്തിന്റെ ആളെ അടിച്ചു പറത്തിയിടുന്നുണ്ടായിരുന്നു. എല്ലാവരും നോക്കുമ്പോൾ അത് നിലയാണ്. നില അങ്ങോട്ടേക്ക് കയറി വന്ന് സുന്ദരത്തിനെയും സുന്ദരത്തിന്റെ ഗുണ്ടകളെയും അടിച്ചു താഴെയിട്ടു. ഒടുവിൽ സുന്ദരത്തിനെ ഭീഷണിപ്പെടുത്തി സുന്ദരം വ്യാജമായി ഉണ്ടാക്കിയിരുന്ന കള്ളപ്രമാണം വാങ്ങി അത് നശിപ്പിച്ചു കളഞ്ഞു. വൃത്തിയായ ആ സ്ത്രീയെയും മറ്റും ഉപദ്രവിച്ച് പോവരുതെന്ന് ഒന്നുകൂടി വാണിംഗ് കൊടുത്ത് നില അവിടുന്ന് തിരികെ പോവാനിറങ്ങി. ആ സമയം ആ സ്ത്രീ ചോദിച്ചു, എനിക്ക് വേണ്ടിയാണോ മോൾ ഇതത്രയും ചെയ്തേ? എന്നെ മോൾക്ക് നേരത്തെ അറിയാമോ? നില മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. പണ്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ, ആ ഉപദേശം നില അതേപോലെ തന്നെ പിൻപറ്റുകയായിരുന്നു. കഥ അവിടെ നിന്നും ടെക്സാസ് മിനറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ഹെഡായ വരുണിലേക്ക് തിരിയുന്നു. ടെക്സാസ് മിനറൽസ് തമിഴ്നാട്ടിലുടനീളം കുറെ മൈനിങ് പ്രൊജക്ടുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മൈനിങ് പ്രൊജക്ടുകളൊക്കെ നടക്കുമ്പോൾ ആ പ്രദേശത്തോടനുബന്ധിച്ച് വളരെ വലിയ ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തിയിരുന്ന ഒരു വ്യക്തി ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അയാളുടെ വിശദീകരണത്തിൽ ഒരിടം മൈനിങ്ങിന് വേണമെന്ന് കരുതിയാൽ അത് നേടിയെടുക്കാൻ ഏത് എക്സ്റ്റെന്റ് വരെയും വരുൺ പോകും. ആളുകളെ കൂട്ടക്കൊല ചെയ്യും, രാഷ്ട്രീയക്കാരെയും മറ്റും കൈക്കൂലി കൊടുത്തൊതുക്കും. അത്ര വലിയൊരു സിൻഡിക്കേറ്റ് ആയിട്ടാണ് വരുൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രൂര സംഘം. ആ കമ്പനി അടുത്തതായി ടാർഗറ്റ് വെച്ചിരിക്കുന്നത് കീഴക്കാടെന്ന ഗ്രാമമാണ്. അവിടുത്തെ മലനിരയിലെ 1500 അടി താഴെ ബ്ലാക്ക് കൊപ്പൽ എന്ന ഒരു പ്രകൃതി വിഭവമുണ്ട്. അത്രമേൽ വിലപിടിപ്പുള്ളത്. കമ്പനിക്ക് 7000 കോടി രൂപയോളം ലാഭം ലഭിക്കും. പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ മൈനിങ് ആരംഭിച്ചാൽ മണ്ണിടിച്ചിലുണ്ടായേക്കാം. ആ മലയ്ക്ക് കീഴിലുള്ള ഗ്രാമത്തിൽ 800ഓളം ട്രൈബൽ കുടുംബങ്ങളുണ്ട്. അവർ മണ്ണിനടിയിലാകും. 1300ഓളം ആളുകൾ കൊല്ലപ്പെടും. എൻവയോൺമെന്റിസ്റ്റായ കാർത്തികേയനായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ രഹസ്യമായി അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നത്. കാർത്തികേയനെ പറ്റിയുള്ള വിവരങ്ങളും വരുണിന്റെ മുന്നിലെത്തിച്ചേർന്നു. പക്ഷേ വരുൺ ഒരു കൂസലുമുണ്ടായിരുന്നില്ല. ജനങ്ങൾ മരിച്ചാലും 70 ബില്യൺ മാർക്കറ്റ് നേടുക എന്നത് മാത്രമായിരുന്നു വരുണിന്റെ ലക്ഷ്യം. പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാൻ തന്നെ വരുൺ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് രാജാറാമിന്റെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ അരങ്ങേറുകയായിരുന്നു. നിലയുടെ പ്രവൃത്തി ഒരു രാഷ്ട്രീയക്കാരൻ വഴി നീലവേണിയുടെ അടുത്തെത്തി. അമ്മയായ നീലവേണി ചെറുപ്പം തൊട്ട് ഇത്തരത്തിൽ നില പ്രശ്നമുണ്ടാക്കുന്നതിൽ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്നും ഇവളെ കെട്ടിച്ചുവിടാനുള്ളതാ എന്നൊക്കെ പറഞ്ഞ നീലവേണി വീട്ടിൽ ബഹളമുണ്ടാക്കി. രാജാറാം ഇടപെട്ടു. നില അവൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ചുകാലം കൂടി ജീവിക്കട്ടെ എന്ന നയമായിരുന്നു രാജാറാം സ്വീകരിച്ചത്. നില ഒരു കമ്പനിയിൽ ജോലിക്ക് പോവാനും തുടങ്ങി. എഗ്മോർ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഓഫീസ് ക്യാബിലാണ് പോകുന്നതും. ആ ഓഫീസിലെ മാനേജർ അത്ര ശരിയായ ഒരാളായിരുന്നില്ല. അവിടുത്തെ പല പെൺകുട്ടികളുടെയും മേലും അയാൾ കണ്ണുവെക്കാറുണ്ടായിരുന്നു. നിലയ്ക്ക് മേലും അയാളുടെ കണ്ണുണ്ടായിരുന്നു. മറുവശത്ത് വരുണാകട്ടെ തന്റെ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. മൈനിങ് മിനിസ്റ്ററെ കണ്ട് വരുൺ സംസാരിച്ചു. ഒടുവിൽ മിനിസ്റ്ററുമായി ഒരു ഡീലിലെത്തി. 1000 കോടി വൈറ്റ് മണിയായി തന്റെ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയാൽ അവരുടെ പ്രൊജക്ടിന്റെ കാര്യത്തിൽ താൻ കണ്ണടയ്ക്കാം എന്നാണ് മൈനിങ് മിനിസ്റ്റർ പറഞ്ഞത്. ഏറെ ആലോചിച്ച ശേഷം ആ തീരുമാനവുമായി മുമ്പോട്ടു പോകാൻ വരുൺ തീരുമാനിച്ചു. വരുൺ പിന്നാലെ എബ്രഹാം എന്നു പേരുള്ള തന്റെ ഒരു പ്രധാന കയ്യാളിനെ വിളിച്ചു. എബ്രഹാം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. വരുൺ എന്ത് ജോലി ഏൽപ്പിച്ചാലും എബ്രഹാം അത് അത്രമേൽ കൃത്യതയോടെ ചെയ്യും. എബ്രഹാം എവിടെയാണുള്ളതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ മറ്റാർക്കും തന്നെ അറിയില്ല. എബ്രഹാമിനെ പിടികൂടാനായി പോയിട്ടുള്ളവരാരും ജീവനോടെ തിരികെ വന്നിട്ടുമില്ല. അത്തരത്തിൽ ഡേഞ്ചറസ് ആയ ഒരു മനുഷ്യൻ. എബ്രഹാമിനെ വിളിച്ച് വരുൺ വൈറ്റ് മണിയുടെ കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ടിനാണ് എന്നും അറിയിച്ചു. വരുൺ 1000 കോടി ബ്ലാക്ക് മണി എബ്രഹാമിന്റെ കയ്യിലെത്തിച്ചു. ഒരു കണ്ടെയ്നർ വഴിയായിരുന്നു എബ്രഹാം അത് സ്വീകരിച്ചത്. കൂട്ടത്തിൽ വരുൺ ഒരു കാര്യം കൂടി ചെയ്തു. തന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന കാർത്തികേയൻ എന്ന ആ ആക്ടിവിസ്റ്റിനെ ഇല്ലായ്മ ചെയ്യണം. അതിനായി വരുൺ കൃപാകരൻ എന്ന പേരുള്ള ഒരു ഗുണ്ടയെ വിളിച്ചു. കാർത്തികേയനെ കൊന്നുതള്ളിയേക്കാൻ ഉത്തരവ് കൊടുത്തു. കാർത്തികേയന്റെ കുടുംബത്തെയും. കൃപാകരൻ ആ ദൗത്യം ഏൽപ്പിച്ചത് തന്റെ സഹോദരനെയായിരുന്നു. ഒരു വശത്ത് ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന പരിപാടികളുമായി എബ്രഹാം മുമ്പോട്ടു പോകുമ്പോൾ മറുവശത്ത് കൃപാകരന്റെ ആളുകൾ
കാർത്തികേയനെയും കുടുംബത്തെയും കൊന്നുതള്ളി. എബ്രഹാമിന്റെ ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന ചടങ്ങിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി. തമിഴ്നാട്ടിൽ പണം സ്വീകരിച്ച അണ്ടർവേൾഡ് വ്യക്തി എബ്രഹാമിനൊരു കറൻസി കൊടുത്തു. ആ കറൻസി ഒരു 100 രൂപ നോട്ടാണ്. ആ നോട്ട് ദുബായിൽ അവർ പറയുന്നിടത്ത് കാണിച്ചാൽ വൈറ്റ് മണി ലഭിക്കും. 1000 കോടി അവർ നിങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊള്ളും. അതാണ് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആ വ്യക്തി പറഞ്ഞത്. ദുബായിലുള്ള മെയിൻ ഡീലറുടെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. നോട്ടിലെ സീരിയൽ നമ്പർ ആയിരിക്കും അവർ ആകെ പരിഗണിക്കുന്ന വിവരം. അതുകൊണ്ട് ആ നോട്ട് സൂക്ഷിച്ചേ പറ്റൂ. എബ്രഹാം വളരെ സൂക്ഷ്മതയോടെ ആ നോട്ടെടുത്ത് തന്റെ പേഴ്സിൽ വെച്ചു. ഇതേസമയം കാർത്തികേയനെ കൊന്ന കുറ്റമേറ്റെടുത്ത് കൃപാകരന്റെ ചില ആളുകൾ തന്നെ സ്റ്റേഷനിൽ കീഴടങ്ങി. വരുണിലേക്കും മറ്റും ലീഡെത്താതിരിക്കാൻ മണൽ മാഫിയയുടെ ആളുകളാണ് തങ്ങളെന്ന മട്ടിലായിരുന്നു അവർ പറഞ്ഞത്. ഇതേസമയം നില അന്ന് രാത്രിയിൽ ഓഫീസിൽ വൈകിയിറങ്ങി ക്യാബിൽ വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ്. ഓഫീസ് മാനേജർ അന്ന് നിലയോടൊപ്പം കാറിൽ കയറി. പോകുന്ന വഴിയിൽ നിലയോട് സംസാരിച്ച് നിലയെ ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമം അയാൾ നടത്തി. നില ഒട്ടും മടിച്ചില്ല. മാനേജറാണെന്ന് പോലും നോക്കാതെ മാനേജർക്ക് നല്ല ഇടി കൊടുത്തു. ക്യാബ് ഡ്രൈവറും നിലയുടെ കൂടെ നിന്നു. ഒടുവിൽ മാനേജറെ നില ചവിട്ടിപ്പുറത്താക്കി. ഓഫീസിൽ നിന്നും തന്നോട് മോശമായി പെരുമാറാൻ വരുന്നവരോടും നില അതേ രീതിയിലായിരുന്നു പെരുമാറിയത്. അതോടെ ഓഫീസിലെ സ്ത്രീകൾക്കിടയിൽ നിലയ്ക്ക് വലിയ ബഹുമാനം കിട്ടാൻ തുടങ്ങി. മറ്റുള്ളവരും നിലയെ ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ടു. അടുത്തൊരു ദിവസം രാത്രിയിൽ പോലീസ് ചെക്കിംഗ് നടക്കുകയാണ്. പോലീസുകാർ ഒരു പയ്യനെ പിടികൂടി. ആ പയ്യൻ ചെറുതായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അവന്റെ വണ്ടി പിടിച്ചു വെച്ചു. ആ പയ്യനതോടെ SIയോട് പോയി അപേക്ഷിക്കാൻ തുടങ്ങി. സാർ, ഇതെന്റെ അച്ഛന്റെ വണ്ടിയാ, അച്ഛനറിഞ്ഞാകെ പ്രശ്നമാകും. ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കൂട്ടുകാരുടെ ഒപ്പം പാർട്ടി കൂടാൻ പോയതാ. ഞാനല്ലാതെ കുടിക്കുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് മാത്രം അല്പം മദ്യപിച്ചതാണ്. പ്ലീസ് സാർ, വെറുതെ വിടണം സാർ. ആ പയ്യൻ ഇങ്ങനെ ഒരുപാട് അപേക്ഷിച്ചപ്പോ അവൻ പറയുന്നത് സത്യമാണോ എന്ന് അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കി മനസ്സിലാക്കിയ ശേഷം SI അവനെ വെറുതെ വിട്ടു. വണ്ടി കിട്ടിയതും ആ പയ്യൻ തന്റെ സ്കൂട്ടറും എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കാറ് കടന്നു വന്നത്. അവൻ വെട്ടിച്ചതുകൊണ്ട് പയ്യൻ രക്ഷപ്പെട്ടു. അവൻ വണ്ടിയുമായി പോയി. പക്ഷെ ആ കാറ് അപകടത്തിൽപ്പെടുകയാണ്. ആ കാറിലുണ്ടായിരുന്നതാകട്ടെ എബ്രഹാം ആയിരുന്നു. നോക്കി നിന്നിരുന്ന പോലീസുകാർ ഉടൻ തന്നെ എബ്രഹാമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എബ്രഹാം ആരാണെന്നോ എബ്രഹാമിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ആ ലോക്കൽ പോലീസുകാർക്ക് അറിവേ ഉണ്ടായിരുന്നില്ല. എബ്രഹാം ബോധരഹിതനായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം പോലീസുകാർ അവിടെ തുടരുകയാണ്. ഇതേ വിവരം വരുണിന്റെ അടുക്കലെത്തി. പോലീസ് എബ്രഹാം ആരെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ അവനെ രക്ഷപ്പെടുത്തണം എന്ന് വരുൺ ഉത്തരവ് കൊടുത്തു. അതോടെ ഗുണ്ടാസംഘം ആയുധങ്ങളുമായി ആശുപത്രിയിലേക്ക് എത്തി. ആദ്യം പോലീസ് ചിന്തിച്ചത് എബ്രഹാമിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണ് ആ ഗുണ്ടകളെന്നായിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർ തോക്ക് ലോഡ് ചെയ്തപ്പോ തോക്ക് എബ്രഹാമിന്റെ നേരെ നീണ്ടു. അത് കണ്ടതും ഗുണ്ടകൾ പിന്നിലേക്ക് മാറി. ഇൻസ്പെക്ടർക്ക് കാര്യം വ്യക്തമായി. അവർ എബ്രഹാമിനെ കൊല്ലാൻ വന്നവരല്ല, കൊണ്ടുപോകാൻ വന്നവരാണ്. അതോടെ അവർക്ക് നേരെ പോലീസ് ഇൻസ്പെക്ടർ തോക്ക് ചൂണ്ടിയെങ്കിലും ആ ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ അവരെ ഭയപ്പെടുത്താൻ എബ്രഹാമിന്റെ കാലിലേക്ക് ഇൻസ്പെക്ടർക്ക് വെടിയുതിർക്കേണ്ടി വന്നു. അത് കണ്ടതും ഗുണ്ടകൾ ഭയന്ന് പിന്മാറി. കൃപാകരന്റെ സഹോദരനായ ശിവയും സംഘവുമായിരുന്നു അവിടെ എത്തിച്ചേർന്നിരുന്നത്. അവർ ഭയത്തോടെ പിന്മാറിപ്പോയി. പിന്നാലെ എബ്രഹാമിന്റെ കാൽ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തി. എന്തോ വലിയൊരു കളിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇൻസ്പെക്ടർ കൂടുതൽ പോലീസുകാരെ ഇറക്കി ആശുപത്രിയിൽ മുഴുവനായി കാവൽ നിർത്തി. ഇതിനിടയിൽ എബ്രഹാം ആരാണെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ച ഇൻസ്പെക്ടർ എബ്രഹാമിന്റെ ഫോട്ടോ എടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഫാക്സ് അയച്ചു. വരുണാകട്ടെ എന്ത് വില കൊടുത്തും എബ്രഹാമിനെ അവിടെ നിന്ന് പുറത്തു കടത്തണം എന്ന് കൃപാകരന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മറുവശത്ത് നിലയുടെ വീട്ടിലാകട്ടെ പണ്ട് നില സുന്ദരത്തെ തല്ലിയ കാര്യം പറഞ്ഞ് അതിനെപ്പറ്റി സംസാരിക്കാൻ രാഷ്ട്രീയക്കാരൻ വന്നു. രാഷ്ട്രീയക്കാരനിൽ നിന്നൊക്കെ കേട്ട നീലവേണി വല്ലാതെ ഭയന്നിരുന്നു. നിലയിങ്ങനെ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനെ പറ്റിച്ചൊല്ലി നീലവേണി അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. നിലയോട് തന്റെ അടുത്തിന് മിണ്ടിപ്പോകരുത് എന്നുവരെ ദേഷ്യത്തിൽ അവൾ പറഞ്ഞു. പക്ഷേ നിലയ്ക്ക് സപ്പോർട്ടായി എപ്പോഴും രാജാറാം നിന്നിരുന്നു. അമ്മയുടെ ഈ ദേഷ്യവും താൻ നല്ലത് ചെയ്തിട്ടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഒക്കെ കണ്ട് നിലയ്ക്കും സങ്കടം തോന്നാതിരുന്നില്ല. അന്ന് രാത്രി കുറെ വൈകിയപ്പോ സ്റ്റേഷനിലായിരുന്ന ഇൻസ്പെക്ടർക്ക് കോൾ വന്നു. ഞെട്ടലോടെ അദ്ദേഹം നേരെ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലെത്തുമ്പോ എബ്രഹാം രക്ഷപ്പെട്ടിരുന്നു. പോലീസുകാരൊക്കെ പരിക്കേറ്റ് കിടക്കുകയാണ്. പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ് ജീവനോടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് എത്ര പേരാണ് വന്നത്, എന്താണ് നടന്നത് എന്ന് ആ ഇൻസ്പെക്ടർ ചോദിച്ചു. പക്ഷേ വേറെ ആരും വന്നിട്ടില്ലെന്നും ഒരേ ഒരാളാണെന്നുമായിരുന്നു ആ പോലീസുകാരൻ ഇൻസ്പെക്ടറോട് പറഞ്ഞത്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു.
ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എബ്രഹാം ബോധം തെളിഞ്ഞുണർന്നു. തന്റെ ചുറ്റും പോലീസുണ്ട് എന്ന് കണ്ടതും രക്ഷപ്പെടാൻ വേണ്ടി എബ്രഹാം സ്വയം ഏറ്റുമുട്ടലാരംഭിച്ചു. ഒറ്റയ്ക്ക് നിന്നായിരുന്നു എബ്രഹാം അത്രമേൽ പോലീസുകാരോട് പൊരുതുകയും എല്ലാവരെയും വകവരുത്തുകയും ചെയ്തത്. ശേഷം പുറത്തു കടന്ന എബ്രഹാം ബൈക്കിൽ വന്ന ഒരു വ്യക്തിയെ വെടിവെച്ച് വീഴ്ത്തി ബൈക്കെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. രക്ഷപ്പെടലിനൊടുവിൽ എബ്രഹാം കൃപാകരന്റെ സംഘത്തിനടുത്ത് എത്തിച്ചേർന്നു. വരുണുമായി അയാൾ സംസാരിച്ചു. 100 രൂപ നോട്ട് തന്റെ പക്കലുണ്ട്, തനിക്ക് ദുബായിക്ക് പോകണം, ഒരു പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാടാക്കാൻ വരുൺ എബ്രഹാം നിർദ്ദേശം കൊടുത്തു. മറുവശത്ത് പിണക്കം മാറ്റാൻ വേണ്ടി നീലവേണി നിലയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. മകളെ പറ്റിയുള്ള തന്റെ ആശങ്കയും അവളിങ്ങനെ എല്ലാവരോടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ ഭാവി എന്താകും എന്നുള്ള പേടിയെ പറ്റിയുമൊക്കെ നീലവേണി സംസാരിച്ചു. ഇനിയെങ്കിലും ആരുമായും പ്രശ്നങ്ങൾക്ക് പോവരുത്, എന്നെ ഓർത്തെങ്കിലും അത് ചെയ്യണം എന്ന് നീലവേണി മകളോട് പറഞ്ഞു. നിലയും അതെല്ലാം കേട്ടു. അപ്പോഴാണ് കൃപാകരന്റെ കൂട്ടത്തിലേക്ക് ഗുണ്ടാസംഘത്തിൽ ചേരുവാൻ വേണ്ടി ടോബി എന്നു പേരുള്ള തന്റെ കൂട്ടുകാരനുമായി ഒരുത്തം വന്നത്. ടോബി നേരത്തെ ജയിലിൽ പോയ ശേഷം ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൃപാകരന്റെ ഗുണ്ടാസംഘത്തിൽ ചേരാൻ ഒരവസരം നോക്കിയെത്തിയതായിരുന്നു ടോബി. ഇതേ സമയത്താണ് എബ്രഹാം തനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുമായി സംസാരിച്ചത്. കാലിൽ വെടിയേറ്റിട്ടുള്ളതുകൊണ്ട് കാലിന് റെസ്റ്റ് കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ കാല് പാരലൈസ്ഡ് ആവാനും ആംബ്യൂട്ട് ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്നും ആ ഡോക്ടർ വിശദീകരിച്ചു. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു ടാബ്ലറ്റും ഡോക്ടർ പറഞ്ഞുകൊടുത്തു. ആ ടാബ്ലറ്റ് ബുള്ളറ്റേറ്റുള്ള പരിക്കുകൾക്ക് സ്പെഷ്യലായി നിർദ്ദേശിക്കുന്നതാണെന്നും അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അത് കിട്ടാൻ പാടാണെന്നും ഡോക്ടർ എടുത്തു പറഞ്ഞു. തന്റെ പേഴ്സ് മേശമേൽ വെച്ച് അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് എബ്രഹാം ആ ടാബ്ലറ്റിന്റെ പേരെഴുതിയെടുത്തു. അത് കൃപാകരനെ ഏൽപ്പിച്ച ശേഷം ഈ ടാബ്ലറ്റ് വാങ്ങി വരാനും പ്രിസ്ക്രിപ്ഷൻ ചോദിച്ച കത്തി കാട്ടാനും എബ്രഹാം നിർദ്ദേശിച്ചു. കൃപാകരന്റെ കൂട്ടത്തിലുള്ളതല്ലാതെ പുതിയ ആരെങ്കിലും വിടാനായിരുന്നു എബ്രഹാം നിർദ്ദേശിച്ചത്. അപ്പോഴാണ് കൃപാകരൻ ടോബി അവിടെ കണ്ടത്. അനിയൻ ശിവയ്ക്കടുക്കൽ അവൻ എങ്ങനെയുണ്ടെന്ന് കൃപാകരൻ ചോദിച്ചു. പക്ഷേ ശിവയ്ക്കും ടോബിയെ പരിചയമുണ്ടായിരുന്നില്ല. എന്തായാലും ടോബിയോട് സംസാരിച്ച് ടോബി ഗ്യാങ്ങിൽ ചേരാൻ വന്നതാണെന്നറിഞ്ഞ് ആ ദൗത്യം ടോബിയുടെ കയ്യിൽ കൃപാകരൻ ഏൽപ്പിച്ചു. പ്രിസ്ക്രിപ്ഷൻ ചോദിച്ച കാണിക്കാൻ പറഞ്ഞ് കത്തിയും കൊടുത്തു വിട്ടു. ടോബി അങ്ങനെ അവിടെ നിന്നിറങ്ങി മരുന്ന് വാങ്ങാൻ പോയി. മറുവശത്ത് നിലയാകട്ടെ ചിറ്റപ്പൻ നാട്ടിലില്ലാത്തതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് അത് നോക്കി നടത്താൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. ടോബിയൊടുവിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിച്ചേരുമ്പോ അവിടെ ഉണ്ടായിരുന്നതാകട്ടെ നിലയാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ ഗുളിക തരാൻ പറ്റില്ല എന്ന് നില പറഞ്ഞതും ടോബി കത്തി കാണിച്ചു. നിലക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ കൈ ചുരുട്ടി. അപ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. അതോടെ അവൾ ഒന്നടങ്ങി. ഒന്നും മിണ്ടാതെ ആ മരുന്നെടുത്തു കൊടുത്തു. അമ്മയ്ക്ക് വാക്കുകൊടുത്ത പോലെ പ്രശ്നമുണ്ടാക്കണ്ടെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ തിരിച്ചു നടന്ന ടോബിയാകട്ടെ നിലയുടെ കഴുത്തിലെ ചെയിൻ കണ്ടതും അത് മോഷ്ടിക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നു. ടോബിയുടെ വീടിന്റെ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭാര്യ തലേ ദിവസം അതിന്റെ പേരിൽ അവനെ ഒന്ന് അപമാനിച്ചിറക്കി വിട്ടതാണ്. അതുകൊണ്ടായിരുന്നു ടോബി ആ മാല കൂടി മോഷ്ടിക്കാൻ മുന്നോട്ട് ചെന്നത്. പക്ഷേ ഇത്തവണ നില അടങ്ങി നിന്നില്ല. ടോബിയെ ആക്രമിച്ചു. അവന്റെ കയ്യിൽ കത്തികൊണ്ടൊരു കുത്തുമേൽപ്പിച്ചു. പോലീസ് ഒടുവിൽ ടോബിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ നിലയോട് വരാൻ പറഞ്ഞു. അച്ഛൻ വന്ന ശേഷം ഒരുമിച്ച് വരാമെന്നായിരുന്നു നില പറഞ്ഞത്. കൃപാകരന്റെ ആളുകളാണെങ്കിൽ ടോബിയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിളിന്റെ ഫോൺ മോഷ്ടിച്ചെടുത്ത് ബാത്റൂമിൽ കയറി ടോബി അങ്ങോട്ടേക്ക് വിളിച്ചത്. താൻ പോലീസ് പിടിയിലായ കാര്യം ടോബി അവരോട് പറഞ്ഞു. പക്ഷേ നില തന്നെ ഉപദ്രവിച്ച കാര്യമൊന്നും അവൻ പറഞ്ഞില്ല. അത് നാണക്കേടാണെന്ന് കരുതി താൻ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയപ്പോ നില ഒച്ച വെച്ചെന്നും അങ്ങനെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു എന്നുമായിരുന്നു ടോബി പറഞ്ഞത്. മാലമോഷണ ശ്രമം എന്ന് മാത്രമേ താൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നും അതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നും മറ്റു കുഴപ്പമില്ലെന്നും ടോബി അവരോട് കൂട്ടിച്ചേർത്തു. പക്ഷെ ഒക്കെ കേട്ട എബ്രഹാമിന് കാര്യങ്ങൾ പ്രശ്നമാകുമെന്ന് തോന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ നിലയും അച്ഛനും കൂടി കംപ്ലൈന്റ് കൊടുക്കാൻ സ്റ്റേഷനിൽ ചെല്ലും. കാര്യങ്ങൾ ചോദിക്കുമ്പോ മരുന്നിന്റെ കാര്യമെങ്ങാനും പുറത്തു വന്നാൽ അന്വേഷണം തന്നിലേക്ക് നീളും. കൃപാകരനും അതുകൊണ്ടാകെ പ്രശ്നമുണ്ടാകും. ടോബിയെ കൊന്നാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിലയെയും കുടുംബത്തെയും കൊന്നുതള്ളുന്നതാണ് എന്ന് എബ്രഹാം നിർദ്ദേശിച്ചു. കൃപാകരൻ അതോടെ ആ ലോക്കലിലെ തന്റെ 2 ആളുകളെ വിളിച്ച് നിലയെയും കുടുംബത്തെയും പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. അവരാകട്ടെ പരിചയക്കാരനോട് ഫോൺ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഫോൺ വിളിക്കുമ്പോൾ ആ പരിചയക്കാരൻ വലിയ ഒച്ചയുള്ള ഒരിടത്തായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് ഇരുവരുടെയും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയില്ല. നിലയുടെ അച്ഛൻ കരാട്ടെ മാസ്റ്ററാണ് എന്നാ പരിചയക്കാരൻ പറഞ്ഞത്. വിളിച്ചവർ കേട്ടത് ഹെഡ് മാസ്റ്റർ എന്ന രീതിയിലായിരുന്നു. പോരാത്തതിന് അന്വേഷണത്തിൽ നിലയുടെ അമ്മ ഒരു വീട്ടമ്മയും തയ്യൽക്കാരിയും മാത്രമാണെന്നും അവരറിഞ്ഞു. അതോടെ അത് വെറും ഒരു സാധാരണ കുടുംബമാണെന്നും പോയാ പെട്ടെന്ന് തീർത്തിട്ട് വരാം എന്ന മട്ടിലും അവർ കൃപാകരനോട് പറഞ്ഞു. കൃപാകരൻ ഉടനടി തന്റെ അനിയൻ ശിവയെയും ഒരു സംഘത്തെയും അവരെ കൊല്ലാനായി പറഞ്ഞയച്ചു. പക്ഷേ രാജാറാമിന്റെ വീട്ടിൽ ആകെ പ്രശ്നം അരങ്ങേറുകയായിരുന്നു. നിലയുടെ പേരിൽ ഇങ്ങനൊരു കേസ് കൂടി വന്ന ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞ നീലവേണി കേസൊന്നും വേണ്ട, അത് പോയി സ്റ്റേഷനിൽ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞ് വീട്ടിൽ ബഹളമുണ്ടാക്കി. ഒടുവിൽ രാജാറാമും നിലയും അതിന് സമ്മതിച്ചു.
അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീടിനകത്തെ കുളിച്ചു കടന്ന് ശിവയും കൂട്ടരും അവരുപദ്രവിക്കാൻ തയ്യാറെടുത്ത് നിന്നത്. നിലയെ ആക്രമിക്കാൻ ഒരുത്തൻ മുന്നിട്ടു ചെന്നതും നില അവനെ അടിച്ചു വീഴ്ത്തി. അത് കണ്ടുവന്ന രാജാറാമും ഏറ്റുമുട്ടലിലേക്ക് കടന്നു. വൈകാതെ അങ്ങോട്ടേക്കെത്തിയ നീലവേണിക്കും കുടുംബത്തെയും തന്നെയും ആക്രമിക്കാൻ വന്നവർക്കെതിരെ പോരടിക്കേണ്ടി വന്നു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിൽ അകത്ത് കടന്നവരെയൊക്കെയും അവർ വകവരുത്തി. ആദ്യം ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം എന്ന് നീലവേണി പറഞ്ഞെങ്കിലും തങ്ങളുടെ കുടുംബമില്ലാതാകും എന്ന് മനസ്സിലാക്കിയ രാജാറാം അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ വീടിനോട് ചേർന്ന് പിൻവശത്ത് വലിയൊരു സെപ്റ്റി ടാങ്ക് കൂടി കുത്തുന്നുണ്ടായിരുന്നു. അതിനകത്തിട്ട് ഇവരെയൊക്കെ മൂടിയേക്കാം എന്ന് രാജാറാം നിർദ്ദേശിച്ചു. അത്തരത്തിൽ എല്ലാത്തിനെയും വലിച്ചിഴച്ച് ആ കുടുംബം സെപ്റ്റി ടാങ്കിൽ കൊണ്ടുതള്ളി മൂടി. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നത്. ടേബിളിൽ വെച്ച് തന്റെ പേഴ്സ് കാണുന്നില്ല എന്ന് എബ്രഹാം തിരിച്ചറിഞ്ഞു. അവർ പേഴ്സ് അന്വേഷിക്കാൻ തുടങ്ങി. ആ പേഴ്സിനകത്തായിരുന്നു 1000 കോടി വൈറ്റാക്കാനുള്ള 100 രൂപ നോട്ടുണ്ടായിരുന്നത്. പേഴ്സ് അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം വ്യക്തമായി. എബ്രഹാമിന്റെ പേഴ്സും ശിവയുടെ പേഴ്സും ഒരുപോലുള്ളതായിരുന്നു. രാജാറാമിനെയും കുടുംബത്തെയും വകവരുത്താൻ ശിവ പോയ സമയത്ത് തന്റെ പേഴ്സ് എടുത്തപ്പോ പേഴ്സ് മാറിപ്പോയി. എബ്രഹാമിന്റെ പേഴ്സാണ് ശിവ കൊണ്ടുപോയിട്ടുള്ളത്. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നിയ കൃപാകരൻ എബ്രഹാമുമായി അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറി. മറുവശത്ത് ഇതേ സമയം തന്റെ ഓഫീസിലേക്ക് എത്തിയ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എബ്രഹാമിന്റെ ഫോട്ടോയുള്ള ഫാക്സ് കണ്ടു. അദ്ദേഹത്തിന്റെ മുഖം ഒരു ഞെട്ടൽ കൊണ്ട് മാറി. സമയമത്രയേറെ കഴിഞ്ഞിട്ടും ശിവയെക്കുറിച്ചും മറ്റും വിവരം കിട്ടാത്തതുകൊണ്ട് നേരത്തെ രാജാറാമിനെയും കുടുംബത്തെയും പറ്റി അന്വേഷിക്കാൻ പറഞ്ഞുവിട്ട തന്റെ കൂട്ടാളികളെ വിളിച്ച് ശിവയെക്കുറിച്ച് അന്വേഷിക്കാൻ കൃപാകരൻ പറഞ്ഞു. അവർ അന്വേഷിക്കാൻ മുന്നോട്ടു പോകുന്ന വഴിയിൽ പാതി വഴിയിൽ വെച്ച് ശിവയുടെ ജീപ്പ് പഞ്ചറായി കിടക്കുന്നത് കണ്ടു. അതോടെ ആ വന്ന രണ്ടുപേരാകട്ടെ കാര്യങ്ങൾ കണക്കുകൂട്ടാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ പോകുന്ന വഴിയിൽ ശിവയുടെ ജീപ്പ് പഞ്ചറായതായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചത് ശിവയും കൂട്ടരും രാജാറാമിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും അതിനു മുമ്പ് വെച്ച് തന്നെ ശിവയ്ക്കും സംഘത്തിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു. അവരത് കൃപാകരനെ വിളിച്ചു പറഞ്ഞു. അതോടെ തങ്ങളുടെ മറ്റേതോ ശത്രുക്കളായിരിക്കും ശിവയെയും സംഘത്തെയും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് കൃപാകരൻ ആലോചിച്ചു. ശിവയുടെ ആളുകളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ രാവിലെ ഒരു പോലീസുകാരൻ അന്വേഷിച്ചു വന്നിരുന്നു എന്ന വിവരവും കൃപാകരൻ കേട്ടു. യാഥാർത്ഥ്യത്തിൽ ആ പോലീസുകാരൻ അന്വേഷിച്ചു വന്നിരുന്നത് കുറച്ച് കഞ്ചാവ് സംഘടിപ്പിക്കാനായിരുന്നു, ഒരു കേസിന്റെ തെളിവിന്റെ ആവശ്യത്തിന്. പക്ഷേ കൃപാകരനൊക്കെ കൂടി കൂട്ടിയാലോചിച്ചപ്പോ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഒക്കെ അറിഞ്ഞ് എബ്രഹാം പറഞ്ഞു, ഒരുപക്ഷെ പോലീസുകാർ ടോബിയെ അടിച്ചു ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അവൻ കൃപാകരന്റെയും കൂട്ടാളികളുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനായിരിക്കും പോലീസ് ഒരുപക്ഷെ ശിവയെ പൊക്കിയിട്ടുണ്ടാവുക. അതോടെ ആ സംശയം കനത്തു. ശിവയും കൂട്ടരും സ്റ്റേഷനിലുണ്ടോ എന്നറിയാൻ വേണ്ടി കൃപാകരൻ തന്റെ ഒരു കൂട്ടാളിയെ സ്റ്റേഷനിലേക്ക് പറഞ്ഞുവിട്ടു. ഫ്ലക്സ് വെക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ എത്തിയ അവൻ സ്റ്റേഷനിൽ നോക്കി. പക്ഷേ ശിവയെയും കൂട്ടരെയും കണ്ടുകിട്ടിയില്ല. ടോബിയും അവിടെ ഉണ്ടായിരുന്നില്ല. ആ വിവരം കൃപാകരനടുക്കൽ അവൻ അറിയിച്ചു. അതോടെ തങ്ങളുടെ ആളുകളെ മറ്റെവിടെയോ ആണ് വെച്ചിരിക്കുന്നത് എന്ന് കൃപാകരൻ ചിന്തിച്ചു. എബ്രഹാമിനടുക്കൽ അത് പറയുകയും ചെയ്തു. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് രാജാറാമും നിലയും എത്തിച്ചേരുന്നത്. പോലീസിന് സംശയമൊന്നും തോന്നണ്ട എന്ന് കരുതിയായിരുന്നു അവർ അവിടെ എത്തിച്ചേർന്നത്. നന്നായി അഭിനയിച്ച് കേസൊന്നും വേണ്ട, പ്രശ്നമൊന്നും വേണ്ടെന്ന മട്ടിൽ രാജാറാം പോലീസുകാരോട് പറഞ്ഞു. ഭയന്ന പോലായിരുന്നു രാജാറാം അഭിനയിച്ചത്. നിലവരെ തന്റെ അച്ഛന്റെ ആ അഭിനയം കണ്ട് ഒന്ന് അതിശയത്തോടെ നോക്കി. എന്തായാലും ടോബിക്കെതിരെ കേസ് വേണ്ടെന്ന് അവരിൽ നിന്ന് ഒപ്പിട്ടു വാങ്ങാൻ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു. പക്ഷേ ടോബിയെ വിടാതെ പബ്ലിക് ന്യൂസൻസ് ചാർജ് ചാർത്തി 15 ദിവസം റിമാൻഡ് ചെയ്തേക്കാനും പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ഇൻസ്പെക്ടറെ കണ്ട് സംസാരിച്ചേക്കാനും പറഞ്ഞായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പോയത്. അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് കൃപാകരന്റെ കോൾ വരുന്നത്. തന്റെ അനിയനെയും സംഘത്തെയും ഇൻസ്പെക്ടറാണ് കടത്തിവെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച കൃപാകരൻ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തി. ടോബി ഇൻസ്പെക്ടറോടൊക്കെ പറഞ്ഞു കാണും എന്ന മട്ടിൽ ഹോസ്പിറ്റൽ കേസടക്കം പറഞ്ഞ് കൃപാകരൻ സംസാരിച്ചു. കൂട്ടത്തിൽ ഇൻസ്പെക്ടറുടെ മകനെയും ഭാര്യയെയും താൻ കടത്തിവെച്ചിരിക്കുകയാണെന്നും തന്റെ ആളുകളെ വിട്ടു തന്നില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതിന്റെ വീഡിയോ അയക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കൃപാകരന്റെ കോളിൽ നിന്ന് തന്നെ ലീഡ് കിട്ടിയ ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്ന ടോബിയെ പിടിച്ച് നല്ല രീതിയിൽ മർദ്ദിക്കുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ടോബി കൃപാകരനെ പറ്റിയും മറ്റ് കാര്യങ്ങളും പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന നിലയും രാജാറാമും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടറുടെ മകനെയും ഭാര്യയെയും കൃപാകരൻ കടത്തിവെച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണയുടെ പുറത്താണെന്നും ഇതിന്റെയൊക്കെ മൂലകാരണം തങ്ങളാണല്ലോ എന്നുമായിരുന്നു അവർ ചിന്തിച്ചത്. ഇതിനിടയിൽ വരുൺ എബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, പ്രൈവറ്റ് ജെറ്റിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ മാനേജർ അവിടെ വരും. നീ ആ 100 രൂപ നോട്ട് അവനെ ഏൽപ്പിച്ചേക്ക്. നാളേക്ക് മിനിസ്റ്ററിന് പണം കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം
പ്രശ്നമാകും. എബ്രഹാമും അതിനൊക്കെ പറഞ്ഞു. പക്ഷേ പ്രശ്നമതല്ലല്ലോ, 100 രൂപ നോട്ട് ശിവയുടെ പക്കലാണ്. അത് കിട്ടിയില്ലെങ്കിൽ എബ്രഹാം ആകെ കുടുങ്ങും. മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ശിവയുടെ ഫോൺ ലൊക്കേഷൻ നോക്കാൻ ശ്രമിച്ചെങ്കിലും അത് കിട്ടിയത് ഒരു പാലത്തിനടുത്തായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. രാജാറാമും നിലയും സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ശിവയുടെയും മറ്റും ഫോൺ അവിടെ കൊണ്ടുവന്ന് തള്ളിയിരുന്നു. ഇൻസ്പെക്ടർ ടെൻഷനോടെ ജോലി നോക്കിക്കൊണ്ടിരിക്കെ തിരിച്ച് കമ്മീഷണർ മണിമാരൻ ഇൻസ്പെക്ടറെ വിളിച്ചു. അദ്ദേഹമായിരുന്നു നേരത്തെ എബ്രഹാമിന്റെ ഫോട്ടോ കണ്ടത്. അദ്ദേഹം ഇൻസ്പെക്ടറുമായി സംസാരിച്ചു. അദ്ദേഹത്തോടൊപ്പമുള്ള സംസാരത്തിൽ നിന്നും എബ്രഹാമിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും അവൻ എത്ര വലിയ ക്രിമിനലാണെന്നും ഇൻസ്പെക്ടർ തിരിച്ചറിഞ്ഞു. അത്ര വലിയ ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ അവനെ എൻകൗണ്ടർ ചെയ്യാൻ മേലിടത്തിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും ആ ഓഫീസർ കൂട്ടിച്ചേർത്തു. പക്ഷെ അതിന് ശ്രമിച്ച ഓഫീസേഴ്സ് കൊല്ലപ്പെട്ട കാര്യവും പിന്നീട് ഇനാക്റ്റീവായിരുന്ന അവനെ ഇപ്പോഴാണ് കണ്ടുകിട്ടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മറുവശത്ത് 100 രൂപ നോട്ട് നേരിട്ട് കണ്ടെത്താൻ വേണ്ടി എബ്രഹാം തനിച്ചു പുറത്തിറങ്ങി. ഒരു മെഡിക്കൽ ഷോപ്പിലെത്തി ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവിടെ നിന്നവനെ കൊന്ന് എബ്രഹാം മരുന്ന് കഴിച്ചു. മറുവശത്ത് നിലയും രാജാറാമും വീട്ടിലെത്തി നീലവേണിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. തങ്ങൾ കാരണം ഇൻസ്പെക്ടറിന്റെ ഭാര്യയ്ക്കും മകനും ആപത്ത് വരരുതെന്ന് ചിന്തിച്ച അവർ അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മുമ്പ് രാജാറാമിന്റെ അടുത്ത് കരാട്ടെ പഠിച്ച ഒരു പയ്യൻ ഇപ്പോൾ പോലീസാണ് എന്ന കാര്യം അവർ ഓർത്തത്. കൃപാകരനെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു രാജാറാം ശ്രമിച്ചത്. ഫോണിലൂടെ സംസാരിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് രാജാറാം അവരെ നേരിൽ കാണാൻ നേരിട്ട് പോയി. ഇതേ സമയം വീട്ടിൽ നീലവേണിയും നിലയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എബ്രഹാം ആകട്ടെ മറുവശത്ത് അതേ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ പിടികൂടി ക്രൂരമായി ഉപദ്രവിച്ചു. ടോബിയെയും ശിവയെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി സത്യങ്ങൾ പോലീസിൽ നിന്നും മനസ്സിലാക്കിയതും രാജാറാം ഹെഡ് മാസ്റ്റർ അല്ല, ഒരു കരാട്ടെ മാസ്റ്ററാണ് എന്ന് തിരിച്ചറിഞ്ഞതും എബ്രഹാമിന് സംശയങ്ങൾ തോന്നി. എബ്രഹാം നേരെ രാജാറാമിന്റെ വീട്ടിലേക്ക് തിരിച്ചു. എബ്രഹാം വന്നതും അവിടുത്തെ ചുറ്റുപാട് നിരീക്ഷിച്ചതും ശിവയും കൂട്ടരും അവിടെ വന്നിട്ടുണ്ടെന്ന കാര്യം എബ്രഹാമിന് മനസ്സിലായി. നിലയ്ക്കും എബ്രഹാം വില്ലന്മാരുടെ കൂട്ടത്തിലെ ആളാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. ഇൻസ്പെക്ടറുടെ വൈഫും മോനും എവിടുണ്ടെന്ന് എബ്രഹാമിന് അറിയാമായിരിക്കും എന്ന നില പറഞ്ഞതും എബ്രഹാമുമായി ഏറ്റുമുട്ടാൻ അവർ തീരുമാനിച്ചു. ടിവിയുടെ വോളിയുമൊക്കെ കൂട്ടിവെച്ച് അവർ തയ്യാറെടുത്തു. എബ്രഹാമും കയ്യിലുണ്ടായിരുന്ന വാള് മാറ്റിയിട്ട് അവരുമായി ഏറ്റുമുട്ടി. ശക്തമായ പോരാട്ടം നടന്നു. ഇതിനിടയിൽ പോവുകയായിരുന്ന രാജാറാമിന് അയൽക്കാരന്റെ കോൾ വന്നു. എന്തിനാ ടിവി ഇത്ര ഉച്ചത്തിൽ വെച്ചിരിക്കുന്നത് എന്നായിരുന്നു അയാൾ ചോദിച്ചത്. അത് കേട്ടതും കാര്യം മനസ്സിലായ രാജാറാം വീട്ടിലേക്ക് തിരിച്ചു. എബ്രഹാമിന് മുമ്പിൽ പിടിച്ചു നിൽക്കൽ രാജാറാമിന്റെ കുടുംബത്തിനത്ര എളുപ്പമായിരുന്നില്ല. എബ്രഹാം അവരെ ക്രൂരമായി മർദ്ദിച്ചു. രാജാറാം എത്തിച്ചേർന്നപ്പോഴും രാജാറാമിനെയും അയാൾ കണക്കിന് പെരുമാറി. എല്ലാവരെയും അടിച്ചിട്ട് നീലവേണിയെ കൊല്ലാൻ എബ്രഹാം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടേക്കൊരാൾ കടന്നു വന്നത്. രാജാറാമിന്റെ അനിയൻ ഇളങ്കോ. അത് കണ്ടതും ഇളങ്കോ ഒട്ടും മടിച്ചു നിന്നില്ല. ഇളങ്കോ വന്ന് എബ്രഹാമിനെ കടന്നാക്രമിച്ചു. ഇളങ്കോയും കരാട്ടെ അറിയാവുന്ന വ്യക്തിയായിരുന്നു, ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ നടന്ന ആക്രമണത്തിൽ എബ്രഹാമിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. രാജാറാമിന്റെ കുടുംബം എബ്രഹാമിനെ ലോക്ക് ചെയ്തു. എബ്രഹാമിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് എബ്രഹാമിനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചു. ഇൻസ്പെക്ടറിന്റെ കുട്ടിയും ഭാര്യയും എവിടെ എന്ന കാര്യമായിരുന്നു എബ്രഹാമിനെ കൊണ്ടവർ പറയിപ്പിച്ചത്. മറുവശത്ത് കൃപാകരന് കൂട്ടാളിയുടെ ഫോൺ എത്തി. കൂട്ടാളി സുഹൃത്തിനെ കണ്ടതോടെ രാജാറാം ഹെഡ് മാസ്റ്റർ അല്ല, ഒരു കരാട്ടെ മാസ്റ്ററാണെന്ന കാര്യം അറിഞ്ഞിരുന്നു. അതോടെ ശിവയെയും മറ്റുള്ളവരെയും അവർ എന്തെങ്കിലും ചെയ്തോ എന്ന സംശയമായിരുന്നു കൂട്ടാളി പങ്കുവെച്ചത്. കൃപാകരൻ അതിനെപ്പറ്റി കേട്ടുനിൽക്കെ അവിടുത്തെ വാതിലും തകർത്ത് നിലയും രാജാറാമും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഫൈറ്റിനൊടുവിൽ കൃപാകരനെ അടിച്ചിട്ട് ഇൻസ്പെക്ടറിന്റെ ഭാര്യയെയും മകനെയും മോചിപ്പിക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുണ്ട മാനേജർ എത്തുന്നത്. അവർ അതോടെ വരുണ്ട മാനേജറെയും കൂടി ബന്ദിയാക്കി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. മാനേജറെ പറ്റി ഇതാരാണെന്ന് ചോദിച്ചപ്പോഴാണ് കൃപാകരനിൽ നിന്നും എല്ലാ കാര്യങ്ങളും രാജാറാം തിരിച്ചറിയുന്നത്. 1000 കോടിയുടെ അടയാളമായ നോട്ട് ശിവയുടെ പേഴ്സിലുണ്ടായിരുന്ന കാര്യം. അതോടെ ഈ 100 രൂപ നോട്ടിൽ എന്താണുള്ളത്, എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയാൻ രാജാറാം മാനേജറെ പിടിച്ച് ചോദ്യം ചെയ്തു. മാനേജറിൽ നിന്നും വരുണ്ട മൈനിങ് ബിസിനസിനെ പറ്റിയും ഗ്രാമമടക്കം ഇല്ലാതാവുന്നതിനെ പറ്റിയുമുള്ള എല്ലാ കാര്യങ്ങളും രാജാറാം മനസ്സിലാക്കി. ഈ 100 രൂപ നോട്ടുണ്ടെങ്കിലേ 1000 കോടി മന്ത്രിയുടെ അക്കൗണ്ടിലെത്തൂ, എന്നാലേ പ്രൊജക്ട് ഓൺ ആവൂ. ഇവര് പറയുന്നത് സത്യമാണോ എന്നറിയാൻ രാജാറാം വീട്ടിലേക്ക് വിളിച്ചു. അനിയനെ കൊണ്ട് പേഴ്സ് പുറത്തെടുപ്പിച്ച് അതിലെ 100 രൂപ നോട്ടിന്റെ കാര്യം ഉറപ്പുവരുത്തി. ആ 100 രൂപ നോട്ട് തരണമെന്നും അതോടെയെല്ലാം അവസാനിപ്പിക്കാമെന്നും, അല്ലാതെ നിങ്ങൾ എന്നെ കൊന്ന് കാര്യങ്ങളുമായി മുമ്പോട്ട് പോയ വരുൺ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കും എന്നും കൃപാകരൻ അവരെ ഭീഷണിപ്പെടുത്തി. എന്താ ചെയ്യേണ്ടത് എന്ന് രാജാറാം നിലയിൽ
നിലയോട് ചോദിച്ചു. നില ആലോചിച്ചത് ആ 800 കുടുംബങ്ങളുടെ കാര്യമായിരുന്നു, 1300 ജീവന്റെ കാര്യമായിരുന്നു. തന്റെ തീരുമാനം അച്ഛന്റെ അടുക്കൽ നില പറഞ്ഞു. രാജാറാം മകളുടെ വാക്ക് കേട്ടതും പിന്നെ ഒട്ടും മടിച്ചില്ല. കൃപാകരനെയും മാനേജറെയും കൊന്നുതള്ളി. അവരിലൊരാളുടെ തന്നെ ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് നില ഇൻസ്പെക്ടറുടെ ഭാര്യയും മകനും കിടന്ന മുറിയിലേക്ക് ഇട്ടുകൊടുത്തു. വൈകാതെ പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തി. ഇൻസ്പെക്ടറുടെ ഭാര്യയെയും മകനെയും സുരക്ഷിതരാക്കി. കൃപാകരനും വരുണിന്റെ മാനേജറും അടക്കം കൊല്ലപ്പെട്ട വിവരം ടിവിയിൽ വാർത്തയായി. വരുണതോടെ തന്റെ മാനേജറെ 1 മാസം മുമ്പേ പുറത്താക്കിയതാണ് എന്ന തരത്തിൽ രേഖകളുണ്ടാക്കി. വിവരമറിഞ്ഞ് മന്ത്രി വരുണിനെ വിളിച്ചു. 1000 കോടി ഇതുവരെ എത്തിയിട്ടില്ലെന്നും അതെത്തിയില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കും എന്നും മന്ത്രി പറഞ്ഞു. തനിക്ക് 1 ദിവസം കൂടി സമയം തരാൻ വരുൺ ആവശ്യപ്പെട്ടു. ഈ ഒരൊറ്റ ദിവസം മാത്രമേ ഇനി സമയമുള്ളൂ എന്നും ഇത് കഴിഞ്ഞാൽ താൻ സൈൻ ചെയ്യില്ല എന്നും പറഞ്ഞ് മന്ത്രി കോൾ കട്ട് ചെയ്തു. മറുവശത്ത് കൃപാകരന്റെ മരണത്തിനും മറ്റും കാരണമായത് ശിവയെ കടത്തിയ സംഘമായിരിക്കും എന്നായിരുന്നു പോലീസ് ഊഹിച്ചത്. അതോടെ ആ വഴിയിലുള്ള CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. പോലീസ് CCTV ഫുട്ടേജ് എടുക്കാൻ പോയ സമയത്താണ് നേരത്തെ തന്നെ പോലീസിന്റെ പേരിൽ മറ്റാരൊക്കെയോ വന്ന് CCTV കളക്ട് ചെയ്തു പോയി എന്ന വിവരം അവർ അറിയുന്നത്. ആരായിരിക്കും ഇതിനു പിന്നിൽ എന്ന് ഇൻസ്പെക്ടർ ചിന്തിച്ചു. മറുവശത്ത് നിലയുടെ വീട്ടിൽ കുടുംബം ഒന്നടങ്കം ടെൻഷനിൽ ഇരിക്കുകയാണ്. 1300 പേരെയും രക്ഷപ്പെടുത്തണം, 800 കുടുംബങ്ങളെ സംരക്ഷിക്കണം. അവിടെ ബന്ദിയായിട്ടുണ്ടായിരുന്ന എബ്രാഹിമിനെ കൊന്നുതള്ളാൻ അവർ തീരുമാനിച്ചു. വൈകാതെ അവർ അത് നടപ്പാക്കുകയും ചെയ്തു. വരുൺ ജീവനുള്ളിടത്തോളം കാലം കുടുംബത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച അവർ വരുണിനെതിരെ പോരാടാനും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. നിലയും രാജാറാമും ചേർന്ന് വരുണെയും അടിച്ചു കീഴ്പ്പെടുത്തി. വരുണിന്റെ മുമ്പിൽ വെച്ച് തന്നെ എബ്രഹാമിനെ കൊന്ന കാര്യവും 100 രൂപ നോട്ട് കത്തിച്ചു കളഞ്ഞ കാര്യവും നില വെളിപ്പെടുത്തി. വരുൺ അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അധികം വൈകിയില്ല, രാജാറാം വരുണിന്റെ ജീവനെടുത്തു. പോലീസുകാർക്കും കൃത്യമായി നടന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനോ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാനോ സാധിച്ചില്ല. വരുണിന്റെ കേസ് തെളിയിക്കപ്പെടാതെ തന്നെ കിടന്നു. 3 മാസങ്ങൾക്ക് ശേഷം രാജാറാമിന്റെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ടു പോവുകയാണ്. വരുൺ കേസിൽ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേസ് CBIക്ക് കൈമാറി എന്ന വാർത്ത വരുന്നു. ആ ദൃശ്യങ്ങളിൽ ബ്ലാസ്റ്റ് എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.